ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷനും കോഷ്യൻ സ്പേസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി എന്ന ഡബ്ല്യൂയിലേക്കുള്ളൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് ടി എന്ന് വിചാരിക്കുക. അപ്പം ഇതിൻ്റെ നൾ സ്പേസ്, അതായത് നൾ ടി ആരുടെ സബ്സ്പേസ് ആയിരിക്കും? വിൻ്റെ സബ്സ്പേസ് ആയിരിക്കും അല്ലേ. നൾ ടി വിൻ്റെ ഒരു സബ്സ്പേസ് ആണ്. അതേപോലെ തന്നെ റേഞ്ച് ടി ആരുടെ സബ്സ്പേസ് ആയിരിക്കും? ഡബ്ല്യുവിൻ്റെ സബ്സ്പേസ് ആയിരിക്കും അല്ലേ. റേഞ്ച് ടി ഡബ്ല്യുവിൻ്റെ സബ്സ്പേസ് ആണ്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിയുടെ സബ്സ്പേസ് അല്ലേ നൾ ടി. അപ്പം വി മോഡ് നൾ ടി എന്ന് പറഞ്ഞാൽ കോഷ്യൻ സ്പേസ് ഉണ്ടാവുമല്ലോ അല്ലേ. ഈ കോഷ്യൻ സ്പേസ് റേഞ്ച് ടീനോട് ഐസോമോർഫിക് ആയിരിക്കും. ഞാൻ എഴുതാം, ഈസ് ഐസോമോർഫിക് ടു റേഞ്ച് ടി. കാര്യം മനസ്സിലായല്ലോ. ഈ ട്രാൻസ്ഫോർമേഷൻ്റെ നൾ സ്പേസ് എടുക്കുക, അപ്പോൾ വീണ്ടും ഒരു സബ്സ്പേസ് കിട്ടും. അപ്പം വി മോഡ് നൾ ടി എന്ന് പറഞ്ഞാൽ കോഷ്യൻ സ്പേസ് ഉണ്ടാവും. ഈ കോഷ്യൻ സ്പേസ് ഈ ട്രാൻസ്ഫോർമേഷൻ്റെ റേഞ്ചിനോട് ഐസോമോർഫിക് ആണെന്ന്. ആക്ച്വലി രണ്ട് വെക്ടർ സ്പേസുകൾ തമ്മിൽ ഐസോമോർഫിക് ആണെന്ന് പറയുമ്പം അവ തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ നേരത്തെ വിശദമായി ചർച്ച ചെയ്ത് മനസ്സിലാക്കിയാണ് അല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷുകാർ എണ്ണാൻ ഉപയോഗിക്കുന്ന 1 2 3 4 5 എക്സെട്ര എന്ന് പറഞ്ഞ നമ്പേഴ്സും നമ്മൾ മലയാളികൾ എണ്ണാൻ ഉപയോഗിക്കുന്ന 1 2 3 4 5 എക്സെട്ര എന്ന് പറഞ്ഞ നമ്പേഴ്സും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ജസ്റ്റ് ഒരു ഭാഷാ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത്തരം വ്യത്യാസങ്ങളെ രണ്ട് ഐസോമോർഫിക് സ്പേസുകൾ തമ്മിലുള്ളൂ എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പം ഈ കോഷ്യൻ സ്പേസ് ഈസ് ഐസോമോർഫിക് ടു റേഞ്ച് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താത്വികമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഷ്യൻ സ്പേസ് ആക്ച്വലി എന്ത് തന്നെയാണ്? റേഞ്ച് ടി തന്നെയാണ്. ഇവ തമ്മിൽ ജസ്റ്റ് ഒരു ഭാഷാ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സിമ്പിൾ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എനിവേ നമ്മൾ ഇതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഈ ട്രാൻസ്ഫോർമേഷനെ നൾ സ്പേസ് വെച്ചിട്ട് വിക്ക് ഉണ്ടാക്കുന്ന ഈ കോഷ്യൻ സ്പേസ്, ദാറ്റ് ഈസ് വി മോഡ് നൾ ടി ഈസ് ഐസോമോർഫിക് ടു റേഞ്ച് ടി. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ സ്പേസിൻ്റെ അകത്തുനിന്ന് ഈ സ്പേസിലേക്ക് ഒരു ഐസോമോർഫിസം തരേണ്ടി വരും. ഇവിടെ അധികം ചർച്ച ചെയ്ത് സമയം കളയുന്നില്ല. ഞാൻ ഡയറക്റ്റായിട്ട് ഈ സ്പേസിൽ നിന്ന് ഈ സ്പേസിലേക്കുള്ള ഐസോമോർഫിസം അങ്ങ് ഡിഫൈൻ ചെയ്തിട്ട് അത് ഐസോമോർഫിസാന്നൊക്കെ കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യും. ചെറിയൊരു ചർച്ചയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഗാമോമാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലാവാം. അപ്പോൾ ഞാൻ നേരെ ഈ സ്പേസിൽ നിന്ന് ഈ സ്പേസിലേക്കുള്ള ആ ഐസോമോർഫിസം അങ്ങ് ഡിഫൈൻ ചെയ്യട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഈ വി മോഡ് നൾ ടിന്ന് റേഞ്ച് ടിയിലേക്ക് വർക്ക് ചെയ്യുന്ന ഒരു മാപ്പ് തന്നിട്ടുണ്ട്, ടി ടിൽറ്റ. അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വി മോഡ് നൾ ടീൻ്റെ അകത്തു നിന്ന് ഒരു വെക്ടർ എടുക്കുക. ഈ വി മോഡ് നൾ ടിയിൽ ആരുണ്ടാവുക? നൾ ടീൻ്റെ കോസറ്റുകൾ. അപ്പം വി മോഡ് നൾ ടിന്ന് ഒരു കോസറ്റ് വി പ്ലസ് നൾ ടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വി പ്ലസ് നൾ ടി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? കോസറ്റ് ഡെഫിനിഷൻ കാര്യമില്ലേ. ഈ നൾ ടി തന്നെ സബ്സ്പേസിൻ്റെ അകത്തുള്ള വെക്ടേഴ്സിനോടൊക്കെ വി ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ പുതിയ കളക്ഷൻ അല്ലേ, അതാണ് വി പ്ലസ് നൾ ടി തന്നെ കോസറ്റ്. അതൊക്കെ നമുക്കറിയാം. അപ്പം ഈ വി പ്ലസ് നൾ ടിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു എലമെൻറ്റിൻ്റെ ഫോമാറ്റ് എങ്ങനെയൊക്കെ ഉണ്ടാവുക? വി പ്ലസ് ഇവിടുത്തെ ഒരു എലമെൻറ്റ് അല്ലേ, എൻ അല്ലേ, വേർ എൻ ബിലോങ്സ് ടു നൾ ടി. പോസ് ചെയ്ത് ഇങ്ങനെ ആലോചിച്ചോ കേട്ടോ അല്ലേ. ഈ കോസറ്റിൻ്റെ അകത്തുള്ള ഒരു ജനറൽ എലമെൻ്റ് ആണ് എടുത്തത്. ഈ എലമെൻറ്റിന് അണ്ടർ ടി ഇമേജ് ഒന്ന് കണ്ടു നോക്കൂ. ടി ഓഫ് വി പ്ലസ് എൻ അല്ലേ, എന്താ വരിക? ഇസ് ഈക്വൽ ടു ടി ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പം ഇസ് ഈക്വൽ ടു ടി ഓഫ് വി പ്ലസ് ടി ഓഫ് എൻ വരും. ക്ലിയർ അല്ലേ? ഇനി എന്ന് പറഞ്ഞാൽ അവിടുത്തെ എലമെൻ്റാണ്, നൾ ടിയിലെ എലമെൻറ്റ്. അപ്പോൾ ടി ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? 0 അല്ലേ, നൾ ടിയിലുള്ള കൊണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു ടി ഓഫ് വി പ്ലസ് ടി ഓഫ് എന്നിന് പകരം 0. അപ്പം ഈക്വൽ ടു ടി ഓഫ് വി പ്ലസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഓഫ് വി എന്ന് വരും. അപ്പം ഈ കോസറ്റിൻ്റെ അകത്തുള്ള ഏതൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാലും അല്ലേ, അതിൻ്റെ അകത്തുള്ളൊരു വെക്ടറിൻ്റെ ജനറൽ ഫോമാറ്റാണ് വി പ്ലസ് എൻ. ഈ കോസറ്റിൻ്റെ അകത്തുള്ള ഏതൊരു വെക്ടർ എടുത്തിട്ട് ടിക്ക് ഇൻപുട്ടായി കൊടുത്താലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? ടി ഓഫ് എൻ. എല്ലാവർക്കും കിട്ടോ. ഈ കോസിൻ്റെ അകത്തുള്ള ഏത് വെക്ടർ എടുത്താലും അതിൻ്റെ ജനറൽ ഫോമാണ് ഞാൻ എടുത്തത് വി പ്ലസ് എൻ. ഈ കോസിൻ്റെ അകത്തുള്ള ഏത് വെക്ടർ എടുത്തിട്ട് ടി കൊടുത്താലും കിട്ടുന്ന ഔട്ട്പുട്ട് എന്താ വരിക? ടി ഓഫ് ഇ. ആ ഔട്ട്പുട്ടാണ് ടി ടിൽറ്റൻ്റെ ഔട്ട്പുട്ടായിട്ട് നമ്മൾ കൊടുത്തത്. ക്ലിയറായോ? ഈ കോഷ്യൻ സ്പേസിൻ്റെ അകത്തുനിന്ന് ഒരു വെക്ടർ എടുക്കുക. ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നൾ ടിൻ്റെ ഒരു കോസറ്റാണ് വരിക. ആ കോസറ്റിൻ്റെ ഔട്ട്പുട്ട് അണ്ടർ ടി ടിൽറ്റ് നമ്മൾ എന്താ കൊടുത്തത്? ആ കോസറ്റിനകത്തുള്ള വെക്ടേഴ്സിനൊക്കെ ഈ ട്രാൻസ്ഫോർമേഷൻ ഒരൊറ്റ ഔട്ട്പുട്ടാണ് കൊടുക്കുക. ഏത്? ടി ഓഫ് എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ടാണ് കൊടുക്കുക. ആ ഔട്ട്പുട്ടാണ് നമ്മൾ ടി ടിൽറ്റൻ്റെ ഔട്ട്പുട്ടായിട്ട് കൊടുത്തത് അല്ലേ. ഈ ഔട്ട്പുട്ട് അവിടെ വരും, റേഞ്ച് ടിയിൽ വരും. ക്ലിയർ അല്ലേ? സോ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ ഡെഫിനിഷൻ, ഈ മാപ്പ് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഇവിടെ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. ആദ്യം ഇതൊരു വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം എന്താ അറിയോ, നമുക്കറിയാം ഒരു കോസറ്റിന് പല പല പേരുകൾ വരാം. അപ്പോൾ ഈ പേരിൽ
ടി ഓഫ് ബി ആണ്. ഇതേ ക്വസ്റ്റ്യൻ പേര് മാറുമ്പോൾ ഉത്തരം ടി ഓഫ് ബി തന്നെ കിട്ടുമോ, അല്ലെങ്കിൽ ഉത്തരം മാറിപ്പോകുമോ എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. അങ്ങനെ പറ്റില്ലല്ലോ, പേരുകൾ മാറിയിട്ട് ഉത്തരം മാറാൻ പാടില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യണം അല്ലേ, വെൽ ഡിഫൈൻഡ് ആണോ ചെക്ക് ചെയ്യണം. മാത്രമല്ല ഈ പിന്നെ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ ചെക്ക് ചെയ്യണം അല്ലേ, നമുക്ക് ഐസോമോർഫിസാണ് കിട്ടേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇതൊരു വെൽ ഡിഫൈൻഡ് മാപ്പാണോ നോക്കണം, പിന്നെ അത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ നോക്കണം, പിന്നെ അത് ഐസോമോർഫിക് ആണോ എന്നൊക്കെ നോക്കണം. ഈ വർക്കൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സസൈസ് ആയി തരിക. നിങ്ങൾ ചെക്ക് ചെയ്യുക. ഈ വി പ്ലസ് നൾട്ടിക്ക് വേണമെങ്കിൽ ഇത് വെൽ ഡിഫൈൻഡ് ആണെന്നുള്ളത് മാത്രം ഞാൻ ഇവിടെ എഴുതി തരാം. ഇവിടെ നോക്കൂ, ഇവിടെ ഈ വി പ്ലസ് നൾട്ടിക്ക് മറ്റൊരു പേര് കൂടി ഉണ്ട് വിചാരിക്കുക, വി പ്രൈം പ്ലസ് നൾട്ടി. അതിൻ്റെ വേറൊരു പേരാണ് വിചാരിക്കുക. അപ്പോൾ വി പ്ലസ് നൾട്ടി ഈക്വൽ ടു വി പ്രൈം പ്ലസ് നൾട്ടി ആവണമെങ്കിൽ നമുക്കറിയാം ഈ വിൻ്റെയും വി പ്രൈമിൻ്റെ ഡിഫറൻസ് എവിടെ വരണം, സബ്സ്പേസിൽ വരണം, നൾട്ടിയിൽ വരണം. ക്ലിയർ അല്ലേ, ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ഈ ഡിഫറൻസ് നൾട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇമേജ് 0 വരണം അല്ലേ, നൺ സ്പേസിലുള്ളവരുടെ ഇമേജ് ഒക്കെ എന്താണ് 0 ആണ്. സോ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഇടാൻ പറ്റും. ഇനി നമുക്കറിയാം ടി ഓഫ് വി പ്ലസ് നൾട്ടി എന്താണ്, ടി ഓഫ് വി ആണ്. ഇനി വി പ്ലസ് നൾട്ടിൻ്റെ മറ്റൊരു പേരാണ് വി പ്രൈം പ്ലസ് നൾട്ടി. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഈ ഫോർമുല ഉപയോഗിച്ച് കാണുമ്പം മാറിപ്പോകുന്നുണ്ടോ നമ്മൾ നോക്കേണ്ടത്. നമുക്ക് നോക്കാം, ടി ഓഫ് വി പ്രൈം പ്ലസ് നൾട്ടി എന്താ വരിക, ബൈ ദിസ് റൂൾ ടി ഓഫ് വി പ്രൈം ആ വരിക അല്ലേ. പക്ഷേ ടി ഓഫ് വി പ്രൈം എന്താണ്, ടി ഓഫ് വി തന്നെയാണ്. അപ്പം ഇതേ കോസത്തിന് മറ്റൊരു പേരുണ്ടായാലും ഉത്തരം മാറിപ്പോകുന്നില്ല, സെയിം ഉത്തരം തന്നെയാണ്. സോ ദിസ് ഈസ് എ വെൽ ഡിഫൈൻഡ് ഫങ്ഷൻ. സോ ഈ കോഷൻ സ്പേസിൽ നിന്ന് റേഞ്ച് ടിയിലേക്കുള്ള ഒരു വെൽ ഡിഫൈൻഡ് ഫങ്ഷൻ ആണ് ഇത് നമുക്ക് പറയാം. ഇനി ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്, നിങ്ങൾ വെരിഫൈ ചെയ്യണം. അത് പോരാ, അതിൻ്റെ ശേഷം ഇത് ഈ സ്പേസിൽ നിന്ന് ഈ സ്പേസിലേക്കുള്ള ഐസോമോർഫിസ് ആണെന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യുക. അത് സ്വന്തം ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഈ നെറ്റ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തവരൊക്കെ എന്തായാലും ഇത് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരികയും വേണം കേട്ടോ, വാട്സപ്പ് ത്രൂ. സോ അടുത്ത വീഡിയോ കാണാം.